ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്കിന്ന് ഒരു മീൻ കറി ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് 2 ക്യാപ്സിക്കം കട്ട് ചെയ്തെടുക്കാം. ക്യാപ്സിക്കം കുറച്ച് വലുപ്പത്തില് നമുക്ക് നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട്. ഇതും നമുക്ക് നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു നാരങ്ങയാണ്. ഈ നാരങ്ങ നമുക്ക് വട്ടത്തിൽ അരിഞ്ഞെടുക്കാം. ഒരു കഷ്ണം ചെറിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി നമുക്ക് രണ്ടായി പൊളിച്ചെടുക്കാം. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും തക്കാളിയും ചേർത്ത് കൊടുക്കാം. നന്നായി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിന് ശേഷം നമുക്ക് ഇത് ഒന്ന് മൂടി വെച്ച് ചെറുതീയിൽ ഒന്ന് വേവിച്ചെടുക്കാം. ക്യാപ്സിക്കവും തക്കാളിയും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ മസാലകൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ്. ഇനി അധികം എരിവില്ലാത്ത നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ഞാൻ ഒരു 2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് നന്നായി ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം, തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി ഇത് മിക്സ് ചെയ്യാം. നമുക്കിതൊന്ന് ഒരു 2-3 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെക്കാം. മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റോളമായി നമുക്ക് ക്യാപ്സിക്കം എല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ ഫിഷ് ചേർത്ത് കൊടുക്കാം. ഇവിടെ 3 ഫിഷാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, 3 ഫിഷ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ ചേർത്ത് കൊടുക്കാം. നമുക്ക് നമ്മുടെ മീൻ കറി ഒന്ന് നോക്കാം. കുറച്ച് ഗ്രേവി നമുക്ക് മീനിന്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്കൊരു 10 മിനിറ്റ് കുറഞ്ഞ തീയിൽ ഇത് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. 10 മിനിറ്റോളം നമ്മുടെ മീൻ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് റെഡി ആയോ എന്ന് നോക്കാം. അതിനുശേഷം നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പം നമ്മൾക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം നമുക്ക് ഉപയോഗിച്ചാൽ മതി.
അപ്പോൾ എല്ലാവരും ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.